വ്യക്തിത്വ വികാസത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന രണ്ട് പ്രക്രിയകളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ച, വികാസം എന്നിവ. കേൾക്കുമ്പോൾ വളർച്ച, വികാസം ഇവ സമാനമായി തോന്നുമെങ്കിലും ആശയപരമായി ഒട്ടേറെ വ്യത്യാസങ്ങളുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് വളർച്ചയും വികാസവും. അവയെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. വളർച്ചയുടെ ഘട്ടങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് വളർച്ചയുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്രിയകൾ ആരംഭിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴുള്ള ആ വളർച്ചയെ സൂചിപ്പിക്കുന്നത് പ്രീ നേറ്റൽ സ്റ്റേജ് എന്നാണ്. ജനിച്ചു കഴിയുമ്പോൾ മുതലുള്ള ഘട്ടങ്ങളാണ് പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് അഥവാ ജനനാന്തര ഘട്ടം എന്നറിയപ്പെടുന്നത്. ജനിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതഘട്ടത്തെ പൊതുവെ 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇൻഫൻസി അഥവാ ശൈശവം, ചൈൽഡ്ഹുഡ് ബാല്യം, അഡലസൻസ് അഥവാ കൗമാരം, അഡൽട്ട്ഹുഡ് യൗവനം, ഓൾഡ് ഏജ് വാർദ്ധക്യം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഭൂമിയിൽ ഒരു വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നത്. സമാനമായി തോന്നുന്ന ഈ രണ്ട് പ്രക്രിയകൾ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇവ തമ്മിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായി നാം മനസ്സിലാക്കേണ്ടത്? ഗ്രോത്ത് ഈസ് എ ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ച്. വളർച്ച എന്നത് ബാഹ്യമായ രൂപത്തിലും ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ പുറമേ നിന്ന് നാം കണ്ട് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഗ്രോത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് ആകട്ടെ അതൊരു വ്യക്തിയുടെ ബൗദ്ധികവും മാനസികവും വൈകാരികവും സാമൂഹ്യപരവുമായ വിവിധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് എന്നിവ ഒന്ന് ബാഹ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മറ്റൊന്ന് അത്ര എളുപ്പത്തിൽ ബാഹ്യമായ നമ്മുടെ ഒരു ശ്രദ്ധ കൊണ്ട് മനസ്സിലാക്കണം എന്നില്ല. ഗ്രോത്ത് എന്നത് വളരെ കൃത്യമായി നമുക്കൊരു വ്യക്തിയുടെ രൂപം, ശരീരത്തിൻ്റെ ഉയരം, ഭാരം ഇവയൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായതിനാൽ അത് ക്വാണ്ടിറ്റേറ്റീവാണ് എന്ന് പറയും. എന്നാൽ ഡെവലപ്മെൻ്റ് ആകട്ടെ അത് പലതരത്തിലുള്ള ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് ക്വാളിറ്റേറ്റീവാണ്. ഒരു വ്യക്തിയുടെ ബൗദ്ധികപരമായിട്ടുള്ള കഴിവുകൾ, മനോഭാവങ്ങൾ, സാമൂഹ്യപരമായ ശേഷി ഇവയൊക്കെ കൃത്യമായി നമുക്ക് അളന്ന് രേഖപ്പെടുത്തുക സാധ്യമല്ല. പല മനഃശാസ്ത്ര പഠനങ്ങൾക്ക് വേണ്ടിയും നാം അവയ്ക്ക് വേണ്ടി പ്രത്യേക ടൂളുകൾ തയ്യാറാക്കി അവ രേഖപ്പെടുത്താറുണ്ടെങ്കിലും കൃത്യമായ അളവ് രേഖപ്പെടുത്തുക സാധ്യമല്ലാത്തതിനാൽ ഡെവലപ്മെൻറ്റ് എന്നത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്താനായി ശ്രമിക്കാം. Which among the following aspects of a classroom is related to growth? ഗ്രോത്തുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവയിൽ ഏതാണ്? സോനു ആൻഡ് ശ്യാം ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. രോഹിണി ആൻഡ് അതുൽ ഹാവ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. മിലി ആൻഡ് അനു ഹാവ് സെയിം കളർ ഡ്രസ്. ബിനു ആൻഡ് വാണി ഗോട്ട് സെയിം മാർക്സ് ഇൻ ഇംഗ്ലീഷ്. ഈ 4 ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ ബാഹ്യമായി വളരെ കൃത്യമായി ഒരു വ്യക്തിയുടെ രൂപം, ഘടന ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്തരം ഏതാണ്? അത് ബി ആണല്ലേ. രോഹിണി ആൻഡ് അതുൽ ഹാവ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ബി ആണ്. ഗ്രോത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ബി എന്ന ഉത്തരമാണ്. ഗ്രോത്ത് എന്നത് സാധാരണയായി മച്യൂരിറ്റിയോടുകൂടി പൂർണ്ണമാകുന്ന ഒന്നാണ്. മച്യൂരിറ്റി അഥവാ പരിപക്വനം എന്നാൽ വളരെ സ്വാഭാവികമായി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പൂർത്തീകരണത്തിൻ്റെ പ്രക്രിയയാണ്. നാം ഒരാൾ പക്വതയിലെത്തി എന്ന് പറയുന്ന ഒരു സാധാരണ ബാഹ്യ പ്രേരണകളൊന്നും കൂടാതെ തന്നെ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അത് ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. ഒരാൾ ജനിക്കുമ്പോൾ മുതൽക്ക് തന്നെ പലതരത്തിലുള്ള പക്വത ആർജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ആ പ്രായം എത്തുമ്പോൾ മാത്രമാണ് അത് ചെയ്യാൻ സാധ്യമാകുന്നത്. ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഒരു ജനിക്കുന്ന കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു എന്നത് ആ മച്ചുറേഷൻ എത്തുമ്പോഴാണ്. ഡെവലപ്മെൻ്റ് ആകട്ടെ ഏത് ഘട്ടത്തിലും നടക്കുന്ന ഒന്നാണ്. കാരണം അത് ചിന്തകളിലും മനോഭാവങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളായതിനാൽ അത് ജീവിതാന്ത്യം വരെ തുടരുന്ന ഒന്നാണ്. അതിന് പരിപക്വനവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ഗ്രോത്ത് എന്നത് പരിപക്വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ മച്ചുറേഷനുമായി ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് പഠനവുമായി വലിയ ബന്ധമില്ല. ഒരു കുട്ടി കണക്ക് പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടോ ആ കുട്ടിക്ക് ശാരീരികമായ വളർച്ചയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഡെവലപ്മെൻറ്റ് ആകട്ടെ പഠനവുമായി ബന്ധപ്പെട്ട് ബൗദ്ധികമായും വൈകാരികമായും
പലതരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് എന്നത് മച്ചുറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ലേണിങ്ങുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുന്നതനുസരിച്ച് ഡെവലപ്മെൻറ്റിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വ്യക്തിക്ക് വരുത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താവും? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ? സോനു cannot follow the class timetable. Rohini cannot write the words in the notebook. Milk cannot take the school bag. Binu cannot open the books. ഈ ഓപ്ഷൻസിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ചില പോരായ്മകളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചില കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് പിന്നാലെ ഉണ്ടാക്കിയെടുക്കാം. ടൈം ടേബിൾ നല്ല രീതിയിൽ ക്രമീകരിച്ചു കൊടുത്താൽ കുട്ടിക്ക് വേണമെങ്കിൽ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ സാധിക്കും. സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറച്ചാൽ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ബോക്സ് വേറൊരു തരത്തിൽ തുറക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ കൃത്യമായി എഴുതാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പഠനവുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ് സ്കിൽസ് കൃത്യമായിട്ട് കുട്ടിയെ അക്വയർ ചെയ്യാതെ പോകുന്നതുകൊണ്ടുണ്ടാവുന്ന പോരായ്മയാകാം. സാവധാനത്തിൽ അത് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിലും ഒരു താൽക്കാലികമായി തടസ്സം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ബി ആണ്. രോഹിണി cannot write the words in the notebook. ഗ്രോത്ത് എന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് നിരീക്ഷിച്ച് അളക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് ഉയരം അളന്ന് തിട്ടപ്പെടുത്താവുന്നതാണ്. ഒരാൾക്ക് എത്രമാത്രം ഭാരമുണ്ട് എന്നത് നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്നത് എല്ലായ്പ്പോഴും നിരീക്ഷണ സാധ്യമല്ല. വൈകാരികമായ ഒരാളുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നത് എല്ലായ്പ്പോഴും നമുക്ക് നിരീക്ഷണത്തിന് വിധേയമാക്കാൻ സാധിക്കും എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാപനം അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിതൗട്ട് ഗ്രോത്ത്. വളർച്ച ഇല്ലെങ്കിലും വികാസം സാധ്യമാണ്. ശാരീരികമായ വളർച്ചയ്ക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും വികാസം സാധ്യമാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ഏതെങ്കിലും പോരായ്മകൾ കൊണ്ട് പഠനം മുടങ്ങിപ്പോകേണ്ടതായിട്ടില്ല. സ്റ്റീഫൻ ഹോക്കിങ്സിനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മോട്ടോർ ന്യൂറോൺ സിൻഡ്രം എന്ന രോഗം ബാധിച്ച് ശാരീരികമായ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപരമായ ചിന്തകൾ കൊണ്ട് എത്ര വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളർച്ചയിൽ ഉണ്ടാകാവുന്ന പോരായ്മകൾ ഒരിക്കലും വികാസത്തെ ബാധിക്കണം എന്നില്ല. സോ ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിതൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് എന്നത് വികാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഡെവലപ്മെൻറ്റ് എന്നത് വളരെ വിശാലമായ സമഗ്രമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാലോ? എ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 6 feels that she cannot be a successful person since she has cerebral palsy. Which among the following statements could be helpful for her? Cerebral palsy എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. വേണ്ടത്ര മോട്ടോർ കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടിക്ക് ചലിക്കാനോ നടക്കാനോ എഴുതാനോ ഒക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി സങ്കടം പങ്കുവച്ചാൽ ആ കുട്ടിയെ എങ്ങനെ സഹായിക്കും? ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഇപ്രകാരം വിഷമം അനുഭവിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് പങ്കുവയ്ക്കാൻ ഏത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനാവുന്നത്? എ, ഗ്രോത്ത് സ്റ്റോപ്സ് അറ്റ് മച്ചുറേഷൻ. ബി, ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിതൗട്ട് ഗ്രോത്ത്. സി, ഗ്രോത്ത് ക്യാൻ ബി മെഷേർഡ്. ഡി, ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മച്ചുറേഷൻ എത്തുന്നതോടുകൂടി ഗ്രോത്ത് നിലച്ചു പോകും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ഉണ്ടാകണം എന്നില്ല. ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഡെവലപ്മെൻറ്റ് ഒരു അനുസ്യൂതമായ പ്രക്രിയയാണെന്ന് പറഞ്ഞാലും അത് കുട്ടിക്ക് പ്രയോജനപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം എന്നത് ബി ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ വിതൗട്ട് ഗ്രോത്ത് എന്നുള്ളതാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ബൗദ്ധികപരമായും മാനസികമായുമുള്ള വികാസത്തിന് അത് തടസ്സമല്ല എന്ന ഒരു സന്ദേശമാണ് കുട്ടികളിലേക്ക് നാം പങ്കുവയ്ക്കേണ്ടത്. അതിലൂടെ കുട്ടിക്ക് താൽക്കാലികമായി നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും തനിക്കും ജീവിതത്തിൽ ചില നേട്ടങ്ങൾ നേടാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലേക്ക് കുട്ടി എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് നാം പഠിക്കുന്ന ഈ വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചുമുള്ള സിദ്ധാന്തങ്ങൾ കുട്ടികൾക്ക് അവരുടെ പഠനവും അവരുടെ വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിലേക്ക് സഹായകരമായ രീതിയിൽ അധ്യാപകർ ക്ലാസ് മുറിയിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഈ ആശയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? അത് നമുക്ക് പിന്നാലെ കാണാം.